ഇന്ന് മലയാള വർഷം ചിങ്ങം 1-ാം തീയതിയാണ്. നമ്മുടെ കർക്കിടകമൊക്കെ പോയി ചിങ്ങം പിറന്നു. ഓണമാസമൊക്കെ ആയി. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലോ? ലോകത്തിലുള്ള മുഴുവൻ മലയാളികൾക്കും മലയാള വർഷ പുതുവത്സര ആശംസകൾ. എന്നാ മഴയായിരുന്നു. ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്. കർക്കിടകം ഫുള്ള് മഴയായിരുന്നു. ഒരു 3-4 ദിവസം കണ്ട് തെളിഞ്ഞു. ചിങ്ങമായാലും തെളിവൊന്നും കൊണ്ടുതരുന്ന ചിങ്ങമാസം 1-ാം തീയതി ഭയങ്കര കാറ്റും മഴയും കൂടെയാ. ഇന്നലെ രാത്രി ഫുള്ള് മഴയല്ലായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ എന്നാ കാറ്റാ വീശുന്നു കണ്ടോ? ഈ മരമെല്ലാം വെട്ടിയത് കൊണ്ടുണ്ടല്ലോ, ഇരം പിറക്കിയത് കൊണ്ടേ കാറ്റിന്റെ ശക്തി ഇവിടെ ഈ ഭാഗത്ത് അത്ര അറിയുന്നില്ല. പക്ഷെ അങ്ങോട്ട് നോക്കി മരം ഉള്ളിടത്ത് നല്ല കാറ്റാ. എടുത്തിട്ട് അലക്കി വെക്കുക കാറ്റ്. മരം വെട്ടി നിർത്തിയേക്കുന്നോണ്ടേ മൊത്തം കാറ്റ് പാസ്സായി പോവാ. നേരത്തെ ആയിരുന്നപ്പോ ആ മരങ്ങൾക്കൊന്നും നടക്കില്ല. പക്ഷെ ബാക്കി അങ്ങോട്ട് അപ്പുറത്തോട്ട് നോക്കുമ്പോ ഭയങ്കര കാറ്റാ. നമ്മുടെ അമ്പലത്തിൽ നല്ല ആളുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങി വെളുപ്പിന് തൊട്ടി ഇഷ്ടം പോലെ ആള് വരുന്നുണ്ടേ. നമ്മുടെ ആ മഴ കാരണം അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇച്ചിരി താമസിച്ചതാ. അമ്മമാർ ഒരുങ്ങി കാണുമായിരിക്കും. നമുക്കൊന്ന് പോയിട്ട് വരാം. പോയിട്ട് വരാം. ഡീല ടിപ്സ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അമ്പലത്തിലോട്ട് പോവാം. പോയി കൊണ്ടുവന്നാലോ? ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. അമ്പലം നിറച്ച ആളുണ്ട്. കുഞ്ഞേ, ഓണാകുമ്പത്തേനും നല്ല വെയിലൊക്കെ ആകുവാണ്. തണുപ്പൊന്ന് മാറുവാണെങ്കിലേ ശാസന അമ്മച്ചിയൊക്കെ പോയി കൊണ്ടുവരാം. മാമനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് ഇങ്ങോട്ട് വാടാന്ന്. അപ്പൊ നമുക്ക് എല്ലാരെയും കൂട്ടി ഇവിടെ അങ്ങോട്ട് ഓണം കൂടാല്ലേ? അറിയത്തില്ല. മഴ ഇങ്ങനെ നിക്കുന്നോണ്ട് എല്ലാരും ഇങ്ങോട്ട് വന്നാൽ തണുപ്പായിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു പേടിയാ. അതുകൊണ്ടാ. നമുക്ക് സാരമില്ല, അവർക്കൊക്കെ ഈ തണുപ്പ് സഹിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാ ഈ തണുപ്പാണെ നിൽക്കിയല്ല. ഉണ്ടാവും ഇനി ഒരാള് മുണ്ടൊക്കെ എടുത്ത് വലിയ ചേട്ടനായത്. ഇത് പുതിയ വർഷമാണോ? നല്ല സൂപ്പറായില്ലേ? അങ്ങനെ നമ്മള് അമ്പലത്തിലെത്തി. ഇതാണ് നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ചെന്നാക്കുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഏതായാലും നമ്മൾ ദർശനത്തിന് കയറി അവിടെയൊക്കെ ദർശനമെല്ലാം നടത്തി ഒരു ഗണപതിക്കൊരു തേങ്ങയൊക്കെ ഉടച്ച് നമ്മുടെ സകല വിഘ്നങ്ങളുമൊക്കെ മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ കയറി തിരിച്ചിറങ്ങി ഒരു സമയമാകുമ്പോഴത്തേക്കിനും കറക്റ്റ് മഴയായി. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ അങ്ങനെ മഴയും നനഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ചിങ്ങമാസം 1-ാം തീയതി ആയിക്കൊണ്ട് ആ കൊച്ചൊരു ദോശ ഇടാൻ ചോദിച്ചിട്ട് നീ എന്നെ അടി ദോശ ഇടണമെന്ന് പറഞ്ഞേ. അതെ, ഇനി തൊട്ടുള്ളത് കൊടുത്തേക്കാം. ആണോ? അതെ, കല്ലിച്ചിരി ചൂട് കൂടിപ്പോയായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ദോശ ഒന്ന് കുളമായി. ഉണ്ടോ? കല്ല് ചൂട് കൂടിപ്പോയി. എന്നിട്ട് ഞാൻ ഒഴിച്ചു. എന്നിട്ട് അത് എന്റെ തലയെ കൊണ്ട് കുത്തി വിട്ടു. അതൊക്കെ നോക്കി നിന്ന് വേണേ ചുടുന്നോര് ചുടേണ്ടത്. അത് കുഴപ്പമില്ല, അടുത്ത പോലെ മോൻ ചുട്ടോ കേട്ടോ. കുഞ്ഞി എനിക്ക് വിശക്കുന്നു. ഞാൻ ദോശ ചുടുന്നു. എളുപ്പം കുറച്ച് സമയം എടുക്കും. എടാ, നീ ദോശ ഇട്ടിട്ട് എങ്ങനെയാടാ ചപ്പാത്തി ആയി മാറിയേ? ദോശ മാവ് കൊള്ളത്തില്ലായിരുന്നു. എല്ലാ ദോശയും പോയി. പിന്നെ പോയൊന്നുമില്ല, ഒരു ശകലം മാവിച്ചിരി പൊങ്ങിയില്ലെന്നേ ഉള്ളൂ. പൊങ്ങി, എന്നാലും എന്നത്തെ വരുവായില്ല. അതുകൊണ്ട് അവൻ 2-3 ചുട്ടേച്ചില്ലേ, ഇതിനടി പാത്ത് വെച്ചേക്കുന്നത് ദോശ. എന്നിട്ട് ചപ്പാത്തി ആക്കി. എന്നിട്ട് അവൻ ചപ്പാത്തി. ഞാൻ ഓർത്തേ ഞാൻ മിറ്റം തൂക്കാൻ പോയപ്പോ ദോശ ഇടുന്ന കണ്ടതാ. കഴിക്കാൻ വന്നപ്പോ ചപ്പാത്തി. ദോശ വേണ്ട, ദോശ ശരിയായില്ല. അതെ, തണുപ്പ് കൂടിപ്പോയിട്ടാന്ന് തോന്നുന്നു. മാവ് നന്നായിട്ട് പൊങ്ങി വന്നാലേ ഇടല. ഞാനിത് മൊത്തം തിന്നുവാ. എന്റെ മുന്നില് ഉണ്ടാക്കിയ പാത്രം മൊത്തം ഉണ്ട്. അപ്പം രാവിലത്തെ കാപ്പൂടി എല്ലാം സെറ്റായില്ലേ? പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.